ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചൂടാറി വന്നപ്പോൾ അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിച്ചെടുത്തതാണല്ലോ. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമുക്ക് വളരെ തിരക്കുള്ള സമയങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. അതിലോട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് തൈര് ചേർത്ത് കൊടുത്തത്. ഇനി 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടാണല്ലോ. അതുകൊണ്ട് തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് തൈരും ഒന്ന് ചൂടായി കിട്ടും. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളി അനുസരിച്ചിട്ട് ഉപ്പിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും കസൂരി മേത്തിയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കറി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ തിരക്കുള്ള സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്